ഹായ്, എൻ്റെ പേര് ഷീല. എൻ്റെ ചാനലായ പെരുമ്പള്ളി ഗാർഡനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സെയിൽ വീഡിയോ ആയിട്ടല്ല. എൻ്റെ കയ്യിൽ കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ചെറിയൊരു കളക്ഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ കൂടി ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഒരുപാട് വെറൈറ്റി കളക്ഷനൊന്നുമില്ല, എങ്കിലും എൻ്റെ കയ്യിലുള്ള എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കുറച്ച് വെറൈറ്റി കളക്ഷനുണ്ട്. അതൊക്കെ നമുക്കൊന്ന് കാണാം. ഈ കാണുന്നത് ഈ കാണുന്ന അഗ്ലോണിമ നല്ലൊരു പിങ്ക് വെറൈറ്റിയാണ്. നല്ല ഒരു പിങ്ക് എന്ന് പറയുമ്പോൾ മജന്ത കളറാണ്. അത് നേരിട്ട് കണ്ടാലാണ് കുറേ കൂടി ഭംഗിയുള്ളത്. അപ്പം നമ്മൾ ഈ കാണുന്നത് പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾക്കൊക്കെ. ഇതൊക്കെ എല്ലാത്തിൻ്റെ പേരുകളൊന്നും എനിക്കറിയില്ല, പറയാനുള്ള പേരുകളൊക്കെ ഞാൻ പറയാം. ഇത് റെഡ് എമറാൾഡ് എന്ന് പറയുന്നൊരു അഗ്ലോണിമ വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. നല്ല റെഡ് ലൈനും ഒക്കെ ഉള്ള നല്ലൊരു വെറൈറ്റി അഗ്ലോണിമയാണ്. അതുപോലെ തന്നെ ഇതൊരു അഗ്ലോണിമ മഞ്ഞാണ്. അപ്പോൾ ഈ കാണുന്നത് എൻ്റെ കയ്യിലുള്ളൊരു കലേഡിയം വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ളൊരു കലേഡിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്. അതുപോലെ ഇതും ഒരു കലേഡിയമാണ്. നല്ല വളരെ എനിക്കിഷ്ടപ്പെട്ടൊരു കലേഡിയത്തിൻ്റെ ഒരു വെറൈറ്റി ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഇത് ഒരു കലാത്തിയ പ്ലാന്റാണ് ഈ കാണുന്നത്. അതും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇതൊക്കെ കലേഡിയത്തിൻ്റെ ചെറിയൊരു വെറൈറ്റിയാണ്. ഇത് അതിമനോഹരമായിട്ടുള്ള മറ്റൊരു അഗ്ലോണിമ പ്ലാന്റാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇത് ഒരു ഗ്രീൻ ബൗൾ എന്നറിയപ്പെടുന്ന ഒരു അഗ്ലോണിമ പ്ലാന്റാണ്. അതിന് 2-3 തൈകളൊക്കെ വന്നിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ നല്ല പിങ്ക് വെറൈറ്റി അഗ്ലോണിമയാണ്. ഇതൊരു ട്രൈ കളറാണ്. അതുപോലെ ഈ കാണുന്നത് വൈറ്റ് ലെഗാച്ചിയാണ്. അതുപോലെ തന്നെ ഈ കാണുന്നൊരു അഗ്ലോണിമ പ്ലാന്റ് റെഡ് സ്റ്റാർ ഡസ്റ്റ് എന്ന് പറയുന്നൊരു അഗ്ലോണിമയാണ്. ഇത് ഒരു പിങ്ക് വെറൈറ്റി. അതുപോലെ തന്നെ ഇതൊക്കെ ബ്ലാക്ക് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റുകളാണ് ഇതൊക്കെ. അതുപോലെ ഇതും അതിമനോഹരമായിട്ടുള്ള ഒരു അഗ്ലോണിമ പ്ലാന്റാണ്. ഇതൊക്കെ നല്ല ഒരു നല്ല വെറൈറ്റികളായിട്ടുള്ള അഗ്ലോണിമ പ്ലാന്റുകളാണിത്. അതുപോലെ 10 ക്യാരറ്റ് എന്നറിയപ്പെടുന്ന ഒരു അഗ്ലോണിമ പ്ലാന്റാണിത് ഈ കാണുന്നത്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇതൊരു ചൈനക്കാരുടെ പേര് വരുന്നൊരു ഹേങ് എന്ന് പറയുന്ന ഒരു അഗ്ലോണിമ പ്ലാന്റാണ്. അപ്പോൾ ഇതൊക്കെ നേരത്തെ ഞാൻ കാണിച്ചതുപോലുള്ള ഇതിൻ്റെ കുറേ പ്ലാന്റുകൾ എൻ്റെ കയ്യിൽ വശമുണ്ട്. അതായത് ഒരു ഗ്രീൻ വെറൈറ്റി. അതുപോലെ തന്നെ ഇതെല്ലാം എൻ്റെ കയ്യിലുള്ള അഗ്ലോണിമയുടെ വെറൈറ്റികളാണ് ഈ കാണുന്നതില്ല. ഇത് പിങ്ക് ഡാൽമേഷൻ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഇത് ഒരു ഗ്രീൻ വെറൈറ്റിയാണ്. ഇതിൻ്റെയൊക്കെ പേരുകളൊക്കെ ഉണ്ട്, എനിക്ക് എല്ലാത്തിൻ്റെയും പേരുകളൊന്നും അറിയില്ല. ഇതൊക്കെ ഞാൻ നല്ല വില കൊടുത്ത് വാങ്ങിയ പ്ലാന്റുകളാണ്, ഓൺലൈനിൽ വാങ്ങിയ പ്ലാന്റുകളാണ്. ഇതൊക്കെ ഒരു പ്ലാന്റ് നമ്മളുടെ വീടിനകത്ത്, ഇതൊക്കെ ഇൻഡോറായിട്ട് വയ്ക്കുന്ന പ്ലാന്റുകൾ. ഒരു പ്ലാന്റ് നമ്മൾ ഹാളിലൊക്കെ നല്ലൊരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ അതിമനോഹരമായിരിക്കും. അത്ര നല്ല പ്ലാന്റുകളാണ്. നമ്മളെ മനസ്സിനെയൊക്കെ വല്ലാണ്ട് സന്തോഷിപ്പിക്കുന്ന പ്ലാന്റുകളാണ് ഈ അഗ്ലോണിമ പ്ലാന്റുകളെല്ലാം.
അടുത്ത് നിന്ന് കണ്ടാലേ അതിൻ്റെ ഭംഗി അറിയാൻ പറ്റൂ. നമ്മൾ ഫോട്ടോയിലൊക്കെ എൻ്റെ ഫോണൊക്കെ ഒരു പഴയ ഫോണാണ്, പൊട്ടി പൊളിഞ്ഞിരിക്കുന്നൊരു ഒരു ഫോണാണ്. അപ്പോൾ അതിലൊക്കെ എടുക്കുന്ന ഒരു വീഡിയോ ഒക്കെ ആയതുകൊണ്ടാണ് ഇത്ര ഒരു ക്ലാരിറ്റി കുറവ്. ഇതൊക്കെ നല്ല അഗ്ലോണിമ പ്ലാന്റുകളാണ്. അപ്പം നമുക്ക് നേരിട്ട് കാണാനായിട്ട് ഇതിൻ്റെ 100 ഇരട്ടി ഭംഗിയാണ് ഈ പ്ലാന്റുകളൊക്കെ. നല്ലൊരു കെയറിങ് ഒന്നും കിട്ടിയിട്ടില്ല. ചെറിയ ചെറിയ ചട്ടികളിലൊക്കെ വച്ചിട്ടേ ഉള്ളൂ. ചട്ടികളുടെ കുറവ് കാരണവും സ്ഥലത്തിൻ്റെ കുറവ് കാരണവും അതുപോലെ ഇപ്പോഴത്തെ വെയിൽ, അപ്പോൾ ഇതെല്ലാം കൊണ്ട് അങ്ങനെ എല്ലാം കൂട്ടി വച്ചിരിക്കുകയാണ്. ഇതൊക്കെ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇതൊക്കെ ഗ്രീൻ ബൗളിൻ്റെ വെറൈറ്റി, നല്ല സൂപ്പർ 3-4 ചെറിയ പ്ലാന്റൊക്കെ വന്ന് അങ്ങനെ ചട്ടി നിറഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം കുഞ്ഞു ചട്ടികളിലാണ് കൂടുതലും ഞാൻ ഈ പ്ലാന്റുകളൊക്കെ വച്ചിരിക്കുന്നതെന്ന് പറയാനുള്ളൂ. സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. സെറ്റ് ചെയ്യാനായിട്ടുള്ള സ്ഥല പരിമിതിയൊക്കെ നമുക്കുണ്ട്. ഇനി എൻ്റെ കയ്യിൽ കുറച്ച് റെഡ് വെറൈറ്റി ഉണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയും ഞാൻ പരിചയപ്പെടുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ വീണ്ടും നിങ്ങളെ കുറേ കൂടി കാണിക്കുന്നതാണ്. ബൈ.